നെഞ്ചിനകത്ത് നെഞ്ചിനകത്ത് ലാലേട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്ക് അശ്വിനായിരിക്കും അല്ലേ? സിനിമയിൽ റൊണാൾഡോ എന്ന് പേരിടാൻ കാരണം എന്താ? ഡയറക്ടറോട് ആയിരിക്കും ചോദിക്കണ്ടല്ലേ? അപ്പോൾ ആദ്യം ഇത് അനൗൺസ് ചെയ്തപ്പോൾ പലരും വിചാരിച്ചിരുന്നത് എന്ന് ഫുട്ബോളായിട്ട് ബന്ധമുള്ള ഒരു സിനിമയായിരിക്കും എന്നൊക്കെ. അന്ന് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാനൊന്നും നിന്നില്ല. റൊണാൾഡോ ഫാൻസ് ഒക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾ മറ്റേ തംസ് അപ്പ് ഒക്കെ നമ്മളൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് വരുമ്പോൾ അതേ ക്യാരക്ടേഴ്സ് പോലെ ആയിരിക്കും നമുക്ക് പിന്നെ കിട്ടണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രീ ജഡ്ജ്മെന്റ് പ്രെജുഡൈസ് മൈൻഡ് ഒക്കെ പുറത്തേക്കാൾ കൂടുതൽ സിനിമയ്ക്കകത്താണ്. കാരണം അവൻ അങ്ങനത്തെ റോളല്ലേ ചെയ്യൂ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ നമ്മളെ തേടി വരുന്ന സിനിമകളും അങ്ങനെ ആയിരിക്കും. ആദ്യത്തെ ടേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങ് ഓക്കെ ആയി. പിന്നെ ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, അതിന്റെ ഇടയ്ക്ക് നമ്മൾ അഭിനയിക്കുന്നു. പരിപാടി എന്റെ അടുത്ത് വന്ന് പറയും ടെൻഷൻ ആവുന്നുണ്ട്. ടെൻഷൻ എനിക്കുണ്ട് ടെൻഷൻ, പുറത്ത് കാണിക്കാൻ പറ്റില്ല. നമ്മള് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഇവര് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ റിനോചേട്ടന്റെ മുഖത്തോട്ടായിരിക്കും ഞാൻ നോക്കുന്നത്. ചിലപ്പോൾ റിനോചേട്ടന്റെ എക്സ്പ്രഷൻ ചേഞ്ച് ഒന്നും കാണൂല. ഞാൻ എനിക്ക് എന്ത് പറ്റിയപ്പോ നല്ലതാണോ ഞാൻ ചെയ്തത്, ചീത്തയായിട്ടാണോ ചെയ്തത്, ഒന്നും എനിക്ക് മനസ്സിലാവില്ല. പലരും പറയേ പണം കൊടുത്താൽ സ്നേഹം കിട്ടത്തില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, പണം കൊടുത്താൽ മാത്രമൊന്നല്ല, സ്നേഹം കൊടുത്താലും സ്നേഹം തിരിച്ചു കിട്ടണമെന്നില്ല. ചില സിനിമകളുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ഓ എന്തൊരു ബ്യൂട്ടിഫുൾ സിനിമയത്. ആൻഡ് ആ സിനിമ ഇറങ്ങണതിന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഇതൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അതുപോലൊരു സിനിമ അത് തിയേറ്റേഴ്സിലേക്ക് വരാനായിട്ട് പോവാണ്, ഒരു റൊണാൾഡോ ചിത്രം. ആൻഡ് സിനിമയുടെ ഡയറക്ടർ അതുപോലെ തന്നെ 2 കിഡിലൻ ആക്ടേഴ്സുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം റിനോയ്, ചൈതന്യ ആൻഡ് അശ്വിൻ. വെൽക്കം ടു ക്ലബ് എഫ്. താങ്ക് യു. ഈ ഒരു ഐ തിങ്ക് നമ്മുടെ ഡയറക്ടറിന്റെ ഫസ്റ്റ് ഫിലിമാണല്ലോ ഇത്, ഡെബ്യൂ ഫിലിമാണ്. ഓക്കെ, ഈ ഒരു ഡെബ്യൂ ഫിലിമിൽ തന്നെ ഇവരെ കാസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? ഒരു നല്ല ആക്ടേഴ്സാണ്. ഇത് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിന് പറ്റിയ ആപ്റ്റായ ആളുകൾ എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ പ്രയോറിറ്റി നോക്കിയത്. ആപ്റ്റായ ആളുകൾ, അത് സ്റ്റാർ ആകണം എന്നൊന്നുമില്ല, പുതിയ ആള് വേണമെന്നും നിർബന്ധമില്ല. ആപ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ സംഭവം. അത് വെച്ചിട്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും കാസ്റ്റ് ചെയ്തത്. ചൈതന്യ അറിയാലോ, റീൽസിൽ കൂടിയൊക്കെ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ ചൈതന്യനെ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അശ്വിന്റെ കാര്യത്തില് അശ്വിന്റെ ഈ പറഞ്ഞതുപോലെ പല 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 ആളുകളോടും പല രീതിയിൽ നിൽക്കേണ്ടുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. അതായത് ഇപ്പോൾ അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞായിരിക്കുക, അപ്പച്ചൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ചെറിയ പേടി, അതൊക്കെ ഉണ്ട്. കാമുകിയുടെ അടുത്ത് അല്ലെങ്കിൽ ലവറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ കട്ടയ്ക്ക് നിൽക്കും. ഒരു പേടിയില്ല, അവിടെ മാത്രം ആള് കുറച്ച് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോ വേറൊരു മൂഡ്. അപ്പൊ ഇതെല്ലാം കിട്ടുന്ന ഒരു ചെറുപ്പക്കാരനായ നമ്മളൊക്കെ കാണുന്ന ഒരു നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും എപ്പോഴും ഒരു കഥയായിട്ടൊക്കെ നടക്കുന്ന, ഒരു സിനിമയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, നമുക്ക് ഒരു കണക്ഷൻ കിട്ടണം. അങ്ങനെ ഒരാളാ എന്നുള്ള രീതിയിൽ എനിക്ക് അശ്വിനിൽ അത് കാണാൻ പറ്റി. അങ്ങനെ അശ്വിനെ കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ കഥ പറഞ്ഞു. ആ രീതിയിലായിരുന്നു രണ്ടുപേരും കാസ്റ്റ് ചെയ്തത്. ഈ ഫസ്റ്റ് ഫിലിമിൽ ലൈക്ക് എത്രത്തോളം എക്സൈറ്റഡാ? ആദ്യമായിട്ടൊരു സിനിമ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ എഴുതുമ്പോൾ അനുഭവിച്ച ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം തിയേറ്ററിൽ കിട്ടും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്രൂ ഒക്കെ കാണും. നമ്മുടെ ക്രൂ കാണുമ്പോൾ അത് ഇങ്ങനെ വന്നിട്ടുണ്ട്, അത് നന്നായി വന്നിട്ടുണ്ട്, എവിടെയൊക്കെ അത് വർക്കായി എന്നുള്ളത് അറിയാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, അശ്വിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വെരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അശ്വിൻ. അപ്പോൾ അത് ലൈക്ക് ക്വീനിൽ ഫസ്റ്റ് ഫിലിം തന്നെ ഇത്രയും വലിയൊരു ഹിറ്റ് ആവാ, അതിൽ തന്നെ ഒരു പാട്ട് നെഞ്ചിനകത്ത് ലാലേട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ലാലേട്ടിനെ ഓർക്കും ഒബ്വിയസ്ലി, സെക്കൻഡ് നമ്മൾ ഓർക്കും അശ്വിനായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു അത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഫസ്റ്റ് തന്നെ കിട്ടിയത്. പക്ഷെ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പിന്നീട് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അല്ല, അത് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള റീസൺ എന്താ പറയുക, നമ്മളൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് വരുമ്പോൾ അതേ ക്യാരക്ടേഴ്സ് പോലെ ആയിരിക്കും നമുക്ക് പിന്നെ അങ്ങോട്ട് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പ്രീ ജഡ്ജ്മെന്റ് പ്രെജുഡൈസ് മൈൻഡ് ഒക്കെ പുറത്തേക്കാൾ കൂടുതൽ സിനിമയ്ക്കകത്താ കൂടുതൽ വരാൻ പോകുന്നത്. കാരണം അവൻ അങ്ങനത്തെ റോളല്ലേ ചെയ്യൂ എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ നമ്മളെ തേടി വരുന്ന സിനിമകളും അങ്ങനെ ആയിരിക്കും. അതിൽ കുറേയൊക്കെ ഈ പറയുന്ന പോലെ
ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് വരും. ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ രസം തോന്നും, അത് ചെയ്തു വരുമ്പം ഇതാണോന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ തന്നെ എൻ്റെ ഒരു സൈഡിൽ കൂടി ഞാൻ റൈറ്റിങ്ങും എൻ്റെ ഒരു പ്രോജക്റ്റ് ഇതാക്കാനും ഞാൻ അങ്ങനെ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് റിനോ ചേട്ടൻ ഇങ്ങനൊരു സബ്ജക്റ്റും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ, ലൈക്ക് വന്ന് കോമഡി അടിച്ച് പോയി പൊക്കോ എന്ന് പറയുന്ന പരിപാടിയല്ല. ഈ ക്യാരക്ടറിനൊരു ഡെപ്ത് ഉണ്ട്, ക്യാരക്ടറിനൊരു ഒരു ആ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. നമ്മുടെ ഫസ്റ്റ് സിനിമയിൽ നമുക്ക് വന്നതിനകത്തുനിന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യാൻ ഉള്ള ഒരു പടമായിരിക്കും ഇതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോട്ട് എ ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ എനിക്ക് കോളേജ് പരിപാടിയാണ് ഇപ്പോഴും 23-24 ഇതാണ് എപ്പോഴും വന്നോണ്ടിരിക്കുന്നത്. അതിനകത്ത് തോന്നണുള്ളൂ അല്ലേ, അതുകൊണ്ടായിരിക്കും, അത് വേറെ കാര്യമായിരിക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇതെങ്ങനെ ആൾക്കാർക്ക് കണ്ടിട്ട് ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. യെസ്, ഫുൾ ഹോപ്പാണ്, നമ്മുടെ ലൈഫ് ഹോപ്പിലാണ്, ആ ഹോപ്പ് തന്നെ പോകുന്നു. അതെ, ഞാൻ കമന്റ്സും കണ്ടു കുറെ പേര്, അശ്വിൻ ബ്രോ ഇത് പൊളിക്കും, കിട്ടിയ ചാൻസ് തകർത്തോളന്നൊക്കെ. അതെ. അല്ല, എനിക്ക് ഇത് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കുറെ പേര് എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. എൻ്റെ ഫ്രണ്ട് സർക്കിളിലും മൂവിയിലുള്ള കുറച്ച് പേരൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു വേറൊരു രീതിയിൽ നിന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നൊരു സന്തോഷമുണ്ട്. ബാക്കി നമ്മൾ ഈ സിനിമ കണ്ടിട്ടാണ് നമ്മൾ എത്ര പെർഫോം ചെയ്യുന്നതിലും അല്ല, ആ സിനിമ ഉദ്ദേശിച്ചതുപോലെ ആളുകൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അതിൻ്റെ കൂടെ. അതെ, ചൈതന്യയുടെ ക്യാരക്ടറിനെ പറ്റി പറയുന്നത് ഐ തിങ്ക് 2 സിനിമ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു ചേഞ്ച്, ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ എങ്ങനെയാണ് ചേഞ്ച്, എത്രത്തോളം ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയത് എത്രത്തോളം എനിക്കിപ്പോഴും അറിയില്ല. അത് റിനോയ് ചേട്ടൻ ഉദ്ദേശിച്ച ക്യാരക്ടർ കിട്ടിയോ, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയോ എന്നുള്ളത് റിനോയ് ചേട്ടനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു റിനോയ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ സിനിമ കണ്ടതാണ്, അപ്പൊ എനിക്ക് തോന്നിയത് ചൈതന്യ വളരെ നന്നായിട്ട് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള ഇതൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഞാൻ പെർഫോം ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് അല്ല, ഭയങ്കര നാച്ചുറലി അത് സംഭവിച്ചിട്ടുണ്ട്. ഇല്ല, എൻ്റെ അടുത്ത് റിനോയ് ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ആദ്യമേ കഥ പറയുമ്പോഴായാലും എനിക്ക് സിനിമയുടെ ഫുൾ കഥ അറിയില്ല. എനിക്ക് എൻ്റെ പോർഷനും മൊത്തത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ക്യാരക്ടർ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ക്യാരക്ടർ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ റിനോയ് ചേട്ടൻ അങ്ങനെ വിളിച്ചല്ലോ, ഞാൻ ഭയങ്കര ബിഗിനർ അല്ലേ, അപ്പോൾ വിളിച്ചല്ലോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് സെറ്റിലൊക്കെ എത്തിയപ്പോഴായാലും നല്ലായിരുന്നു. എനിക്ക് ഭയങ്കര കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനും കുറെ ആളുകളെ ഒബ്സർവ് ചെയ്യാനും ഒക്കെ പറ്റി. ഫസ്റ്റ് ചൈതന്യ വന്നപ്പോ തന്നെ ലാൽ സാറായിട്ടൊക്കെ. അതെ അതെ, ആണോ ഫസ്റ്റ്? എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷെ അതൊരു ഫസ്റ്റ് ടേക്കിന്റെ സംഭവമായിരുന്നു. ആദ്യത്തെ ടേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും അങ്ങ് ഓക്കെ ആയി. പിന്നെ ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, അതിന്റെ ഇടയ്ക്ക് നമ്മൾ അഭിനയിക്കുന്നു, ചിൽ പരിപാടി അതെ. എന്റെ അടുത്ത് വന്ന് പറയും ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ ടെൻഷൻ എനിക്കുണ്ട് ടെൻഷൻ, പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ നോക്കും, നമ്മള് അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഇവര് പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ റിനോചേട്ടന്റെ മുഖത്തോട്ടായിരിക്കും ഞാൻ നോക്കുന്നത്. ചിലപ്പോൾ റിനോചേട്ടന്റെ ഭാവവിദ്യാത എക്സ്പ്രഷൻ ചേഞ്ച് ഒന്നും കാണൂല. ഞാൻ വിചാരിക്കും എന്ത് പറ്റിയപ്പോ നല്ലതാണോ ഞാൻ ചെയ്തത്, ചീത്തയായിട്ടാണോ ചെയ്തത്, ഒന്നും എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് റിനോചേട്ടൻ പറയും. ടീസറിൽ റൊണാൾഡോ എന്ന് വിളിക്കണ കണ്ടു, അതുപോലെ തന്നെ ടോമി അല്ലെ, അങ്ങനെ ക്യാരക്ടർ ഉണ്ട്. ശരിക്കും ഇത് രണ്ടും അശ്വിന്റെ ക്യാരക്ടറാണോ, പേരാണോ? അല്ല, റൊണാൾഡോ എന്നുള്ളതാണ് എന്റെ ക്യാരക്ടർ. ടോമി വേറെയാ. ടോമി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മിഥുൻ എം ദാസ് എന്ന് പറഞ്ഞൊരു ആക്ടറാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പൊ ടോമി ഇപ്പൊ ഇറങ്ങിയിട്ടില്ല പ്രൊമോഷന്റെ കാര്യങ്ങൾക്കൊന്നും. മിഥുൻ ഇറങ്ങിയിട്ടില്ല. അത് തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ള ഫ്രഷ്നെസ് അതിനാണ് എനിക്ക് തോന്നി. എന്തുണ്ട് കാര്യം, ഇടക്കിടക്ക് ടോമി ഇപ്പൊ ഈ സിനിമയിൽ റൊണാൾഡോ എന്നാണ് പേര്. എന്താണ് ശരിക്കും സിനിമയിൽ റൊണാൾഡോ എന്ന് പേരിടാൻ കാരണം എന്താ? ഡയറക്ടറോട് ആയിരിക്കും ചോദിക്കണ്ടേ അല്ലേ? ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം ഇത് അനൗൺസ് ചെയ്തപ്പോൾ പലരും വിചാരിച്ചിരുന്നത് എന്ത് ഫുട്ബോളായിട്ട് ബന്ധമുള്ള ഒരു സിനിമയായിരിക്കും എന്നൊക്കെയാണ്. അന്ന് നമ്മളതിനെ ബ്രേക്ക് ചെയ്യാനൊന്നും നിന്നില്ല. പലരും റൊണാൾഡോ ഫാൻസ് ഒക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾ മറ്റേ തംസ് അപ്പ് ഒക്കെ
റൊണാൾഡോ ഫാൻസും മെസ്സി ഫാൻസും തമ്മിലൊക്കെ പല ചർച്ചകൾ നടക്കുന്നു. ഓ അതെ. അവർക്ക് ഉണ്ടല്ലോ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് സിനിമ, പിന്നെ അതിന്റെ ഇടയിൽ നെയ്മർ വന്നു. അതെ അതെ അതെ. അപ്പൊ ആ സമയത്തൊക്കെ ഇപ്പൊ നമ്മുടെ റൊണാൾഡോ വരുമ്പോ അതിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നടക്കുന്നത് കണ്ടു. പക്ഷെ ആക്ച്വലി ഇത് ഫുട്ബോളായിട്ട് യാതൊരു ബന്ധമില്ല. ഇതൊരു ഫിലിം റിലേറ്റഡ് സിനിമയാണ്. റൊണാൾഡോ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഒരു സിനിമാമോഹിയാണ്. അപ്പൊ അയാളുടെ ജീവിതം, ആ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ കേന്ദ്രീകരിച്ചിട്ട് ബാക്കി പല സിനിമകളിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി. അപ്പം പിന്നെ എന്തുകൊണ്ട് റൊണാൾഡോ എന്നുള്ള പേര് വന്നു എന്ന് വെച്ചാൽ ഒരു പേരിടണം നമുക്ക്. പിന്നെ ഒരു പേരിടണമല്ലോ. ഞാൻ നോക്കിയപ്പോ ഈ സിനിമയിൽ ഒരു 7 എലമെന്റ്സ് ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു ത്രെഡ്, 7 ത്രെഡ് കിടപ്പുണ്ട്. CR7. അപ്പൊ 7 എന്നുള്ള നമ്പർ ഉണ്ട്. അപ്പൊ 7 വെച്ച് എന്ത് പിടിക്കും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ 7 വെച്ച് പിടിച്ചാൽ അത്ര അങ്ങോട്ട് ആപ്റ്റ് ആവണില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ CR7 ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ റൊണാൾഡോ എന്ന് നമുക്ക് എന്തുകൊണ്ട് പേരിട്ടൂടാ ക്യാരക്ടറിന്. അപ്പോൾ അയാളുടെ മോഹമാണ്, അയാളുടെ സ്വപ്നമാണ് ഒരു കാലത്ത് ഒരു സിനിമ ചെയ്യണം. സിനിമയുടെ അവസാനം ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കണം. അപ്പോൾ അയാളുടെ സ്വപ്നം എന്ന് പറയുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഒരു റൊണാൾഡോ ചിത്രം എന്നുള്ള പേരിലേക്ക് നമ്മൾ വന്നത്. ത്രെഡ്സ് 10 ഉണ്ടായിരുന്നെങ്കിൽ മെസ്സി വരുന്നു. നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക നിങ്ങളുടെ ക്യാരക്ടറിന് ഇതുപോലെ ഒരു പേരിടണം, എന്തിനും മെസ്സിയുടോ റൊണാൾഡോടോ നെയ്മറുടോ? ഈ സിനിമക്കുന്നില്ല, ഈ സിനിമക്ക് റൊണാൾഡോ ആയിരിക്കും ആക്ട്. എന്നാലും അല്ല, എനിക്ക് മെസ്സിയാണ് ഇഷ്ടം. മെസ്സിയാണ് എനിക്ക് കൂടുതൽ കണക്ട് ആയിട്ടുള്ള. ഓക്കെ, ചൈതന്യ? എനിക്ക് രണ്ടുപേരും, എനിക്ക് എല്ലാവരെയും ഇഷ്ടം. റീന ചേട്ടാ? എനിക്ക് അങ്ങനെ, എൻ്റെ കൊച്ചിന്റെ പേര് ലിയോ എന്നാണ്. അപ്പൊ ഫുൾ ഓഫ് കണക്ഷൻസ് ആണ്. വൈഫ് പറയുന്നുണ്ട് ആരെങ്കിലും റൊണാൾഡോ ഫാൻ ആണോ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി, കൊച്ചിന്റെ പേര് ആദ്യത്തെ സിനിമയുടെ പേര് റൊണാൾഡോ ആണ്. അങ്ങനെ ഒരു നടുക്കി കൂടി അങ്ങ് നടന്നാൽ മതി. മറ്റേ ഈ കണ്ണു മമ്മൂക്കാണ് ലാലേട്ടനാണ് ഇഷ്ടമെന്ന് ചോദിക്കണം. സ്ഥിരം മറ്റേ ഉള്ള ഒരു ഡിപ്ലോമാറ്റിക് ഏതാ, ഈ കണ്ണാണോ ഈ കണ്ണാണോ, ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ പറയത്തില്ലേ. എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവും, നമുക്കൊരു ഫേവറേറ്റ് ഇഷ്ടം ഉണ്ടാവും. എപ്പോഴും ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പം അപ്പോഴത്തെ ആളോട് ഹെയ്റ്റ് ആണെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. നമുക്ക് ഒരാളെ ഇഷ്ടമെന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആളോട് ഹേറ്റാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളെ ഇഷ്ടപ്പെടാതെന്നാ, അല്ലെ എന്തുകൊണ്ട് ഇയാളെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യം എന്നുള്ളതാണ് അതിന്റെ റീസൺ. ഇനി സിനിമയിലത്തെ തന്നെ ഒരു ഡയലോഗ് പറയാമാണ് ട്രെയിലറിന്ന് കണ്ടുപിടിച്ചത്. ഈ സ്നേഹം കൊണ്ട് മുറിവേറ്റവരൊക്കെ നല്ല മനുഷ്യരാ, അല്ലെ? കീടിലും ഒരു ഡയലോഗ് ആയിരുന്നത്. ഈ ഡയലോഗ് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻസ് പറയോ? സ്നേഹം കൊണ്ട് മുറിവേറ്റവർ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിച്ചത് ആ ക്യാരക്ടറിന് അത്രയും ഡെപ്തുള്ളൊരു സംഭവമാണ് ആ ഡയലോഗ്. അത് മേഘനാഥൻ ചേട്ടനാണ് ആ സിനിമയിൽ അത് പറഞ്ഞിരിക്കുന്നത്. മേഘനാഥൻ ചേട്ടൻ ഇപ്പോൾ ഈ അടുക്കാണ് മരണപ്പെട്ടത്. അപ്പം അദ്ദേഹം അത് പറയുമായിരുന്നു ഇങ്ങനെ ഡയലോഗ്സിനെ കുറിച്ചൊക്കെ. അപ്പോൾ സ്നേഹം കൊണ്ട് മുറിവേക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നു, പക്ഷെ നമുക്ക് തിരിച്ച് കിട്ടുന്നത് മുറിവുകൾ മാത്രമാണ്. എന്നാലും നമുക്ക് പരാതിയില്ല എന്നുണ്ടെങ്കിൽ അയാളൊരു നല്ല മനുഷ്യനാണ്. എക്സ്പെക്ട് ചെയ്യാതെ സ്നേഹിക്കുന്നില്ല. ഒന്നും തിരിച്ച് വേണം എന്നൊന്നുമില്ല, സ്നേഹിക്കുക. അതിനിപ്പോ മറ്റേയാളുടെ അനുവാദം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരാളെ സ്നേഹിക്കുക എന്നുള്ളത്. സ്നേഹിക്കുന്നു പക്ഷെ തിരിച്ച് പലരും പറയേ പണം കൊടുത്താൽ സ്നേഹം കിട്ടത്തില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, പണം കൊടുത്താൽ മാത്രമൊന്നല്ല, സ്നേഹം കൊടുത്താലും സ്നേഹം തിരിച്ചു കിട്ടണമെന്നില്ല. നമ്മുടെ സ്നേഹം കൊടുത്താലും തിരിച്ചു കിട്ടണമെന്നില്ല. അപ്പോൾ പലരും സ്നേഹിച്ച് മുറിവേറ്റവരുണ്ട് ഈ ലോകത്തിൽ ഒരുപാട് പേര്. അവർക്ക് വേണ്ടിയുള്ള ഒരു ഡയലോഗാണ് അത്. അവര് നല്ല മനുഷ്യരാ, അവർക്ക് ആശ്വസിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ആ ഡയലോഗ്. നിങ്ങളുടെ ലൈഫിൽ ഡയലോഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നേ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരിക്കലൊരു അങ്ങനെ ഒരു മുറിവുണ്ടായിട്ടുണ്ടാവില്ല. അതിപ്പം നമുക്ക് പ്രണയം ഉണ്ടാവണമെന്നല്ല, എന്തിലോ. ഇപ്പൊ സിനിമയാണെങ്കിൽ നമ്മൾ സിനിമയെ സത്യസന്ധമായി ഒരുപാട് സ്നേഹിക്കുന്നു. ചിലർ നമുക്ക് തോന്നും, അയ്യോ സിനിമ എന്നെ തിരിച്ച് എനിക്ക് ഒന്നും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തിരിച്ചു വരുന്നില്ലല്ലോ എന്ന് തോന്നും. എന്നിട്ടും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും നമ്മൾ പുറകെ കിടക്കുന്നുണ്ട്. അങ്ങനെയും ചിന്തിക്കാം. ഇതെല്ലാം ഇതിന്റെ ഭാഗമാകും. നേരത്തെ പറഞ്ഞ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ തിരിച്ച് വേണമെന്ന് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ സ്നേഹിക്കുന്നത് ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വൈഫും, ഇപ്പം എനിക്ക് കുഞ്ഞുണ്ടായി എൻ്റെ കുഞ്ഞിനെ ആയിരിക്കാം, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഇതൊന്നും ഞാൻ
തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ ആ എക്സ്പെക്ട് അങ്ങനത്തെ പോയിന്റ് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളങ്ങനെ അവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ സാധനം മാത്രമേ നമ്മൾ അവിടെ ചിന്തിക്കുന്നുള്ളൂ. ചൈതന്യ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും എല്ലാത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അറ്റ് ദി എൻഡ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ, ഞാൻ ഇനിയിപ്പം ഞാനും അമ്മയും അടി ഉണ്ടാക്കും, ഞാനും അച്ഛനും അടി ഉണ്ടാക്കും, എന്നാലും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു അടി ഉണ്ടാക്കി അത് അവിടെ കഴിഞ്ഞു. ചിലപ്പോൾ അതിന് തിരിച്ച് പഴയ പോലെ ആവണം എന്നില്ല. എന്നാലും എൻ്റെ അമ്മയും അച്ഛനും മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ റിയലൈസ് ചെയ്യുമായിരുന്നു, ശരിയാണല്ലോ എൻ്റെ ദൈവമേ. ഇല്ല, അത് സത്യമാണതല്ലേ. കാര്യം ഞാനും ഇവിടെ ആലോചിക്കലുണ്ട്, അറ്റ് എൻഡ് ഓഫ് ദി ഡേ അവരേ ഉള്ളൂ. നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും, ഇപ്പം നമുക്ക് ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പുഷ് ചെയ്യാനും, നമ്മളിന്ന് ഡൗൺ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്ന് ഡൗൺ ആയിക്കുമ്പോൾ നമ്മളെ ശരിക്കും ആശ്വസിപ്പിക്കാനും ഇവരുണ്ടാവും. ഞാൻ ആ കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളും ഉണ്ട്. അതിലുള്ള ഒരു ബ്ലെസ്ഡ് ആണ് ഞാൻ, ലക്കി മാന്. അങ്ങനൊക്കെ എനിക്ക് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കാര്യത്തിൽ എന്നോട് അസൂയപ്പെടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പോയിന്റിലൊക്കെ പറയാം. ബിക്കോസ് അങ്ങനെ ഒരു സ്ട്രോങ് എനിക്ക് നല്ല കൂട്ടുകാരുണ്ട്. ഈ അതുപോലെ തന്നെ സിനിമയിൽ വേറൊരു ഡയലോഗ്, മറ്റേ സിനിമയുടെ പുറകെ കടന്ന ജോലിയും കൂലി ഇല്ലാത്തവൻ, അങ്ങനെ ഒരു ഡയലോഗ് അങ്ങനെ പറയും. ലൈക്ക് ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ തിരിച്ച് നല്ലൊരു ഡയലോഗ് അത്, കൂലിയില്ലാന്ന് പറഞ്ഞു, പക്ഷെ ജോലിയാന്ന് പറയുന്നത് നല്ല പണി കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പം നിങ്ങളുടെ ആണെങ്കിലും ഇപ്പോൾ ഓൾറെഡി റിനോ ചേട്ടൻ ലൈഫിലുള്ള ആ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളാണെങ്കിലും അടുത്തൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാൾ മുമ്പ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത ജോലികൾ, ആ ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണ്? എൻ്റെ കേസ് പറയുമ്പോൾ ഞാൻ തിരക്കഥ എഴുതുന്നുണ്ട്, അത് പിച്ച് ചെയ്യാൻ നടക്കുന്നുണ്ട്, ആ പ്രോജക്റ്റ് ഓണാവാൻ നടക്കുന്നുണ്ട്. ഞാൻ ആൾക്കാരോട് എനിക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, പ്രശ്നം എന്നുള്ളതല്ല, എനിക്ക് ഒരാളെ ഇപ്പം കണ്ടു, ഇപ്പം നമ്മളൊരു നല്ലൊരു ഡയറക്ടറോ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ സിനിമ ചെയ്യാൻ വന്നു, എനിക്ക് പെട്ടെന്ന് കയറി പുള്ളിയോട് പോയിട്ട് അടുത്ത പടത്തിലൊരു വേഷം എന്ന് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പുള്ളിയുടെ തലയിൽ കൂടി ആ സിനിമ ചിലപ്പോൾ ഓണാവുന്നതിൻ്റെ ഓട്ടവും ടെൻഷനിലായിരിക്കും അവരിയ്ക്കണം. ആ ടെൻഷൻ എനിക്കറിയാം. ഞാനൊരു കഥയും കൊണ്ട് നടക്കുമ്പോൾ എനിക്കുള്ള ആ ടെൻഷൻ അറിയാം. അപ്പം എനിക്ക് അത് അവരോട് അങ്ങനെ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഓഡിഷന് വിളിക്കാൻ ഞാൻ എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം അത് ചോദിക്കും. അതുപോലെ തന്നെ പിന്നെ ചില സിനിമയുണ്ട്, ചിലത് ഈ പറയുന്ന പോലെ ഇപ്പം എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വരുന്ന ചില ആൾക്കാർ, അവർ നല്ല ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ഒക്കെ പറയും. അവർക്ക് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഞാൻ പറയും വൈ മീ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇടയ്ക്ക് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഞാൻ ആപ്റ്റാണ്, ഞാൻ എന്നെ വെച്ച് ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ എന്നെ വെച്ച് ചിന്തിക്കുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആർക്കും. പക്ഷെ അവർക്ക് പ്രൊഡക്ഷൻ എല്ലാവർക്കും വരണമെന്നില്ല, ബിക്കോസ് ഞാനൊരു സ്റ്റാർ അല്ല. അപ്പം ആ സാധനങ്ങളൊക്കെ എനിക്ക് ഈ ഒരു ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അയ്യോ, എന്നായിരിക്കും ആ ഒരു ക്ലീൻ വിൻ കിട്ടുന്നത്. ആ വിൻ കിട്ടുമ്പോൾ അതിലൂടെ അല്ലേ നമുക്ക് നെക്സ്റ്റ് ഇത് പോകാം. അങ്ങനത്തെ സാധനങ്ങളും ഡൗട്ട്സും ചിന്തകളും എല്ലാം പോകാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ കൂടി പോകുന്നത്. എനിക്കിപ്പോൾ ഓഫ്കോഴ്സ് ഇപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ പടത്തിന് നോക്കുന്നു. കോണ്ടന്റ് ക്രിയേഷൻ അതൊരു ജോലിയാണോ, അതെന്താ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ബിഹൈൻഡ് കുറെ പരിപാടികൾ സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ അത് പറയുമ്പോൾ ചോദിക്കും അതിനെന്താ സ്ട്രഗിൾ ഉള്ളത് എന്ന് ചോദിക്കും. അങ്ങനെ സ്ട്രഗിൾ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കരമായിട്ട് പാഷനുള്ള ഒരു സംഭവം അച്ചീവ് ചെയ്യണം, അതാണ് എൻ്റെ ഗോൾ എന്നുള്ള എല്ലാവരും ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ്, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് വന്നവരാണ്. അപ്പോൾ ഈ സ്ട്രഗിൾ ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് എല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ഒരു പോയിന്റിൽ ബ്ലെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലക്ക് ആയതുകൊണ്ടാണ് നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് അത് പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ദ്രൻ ചേട്ടൻ്റെയും ലാൽ ചേട്ടൻ്റെ ഒക്കെ റോളുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇന്ദ്രൻ ചേട്ടൻ വളരെ നൈസായിരുന്നു, നല്ലൊരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ലാൽ സാറ് ചൈതന്യയുടെ അപ്പച്ചനായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പം ചെറിയ റോളാണ്, എന്നാലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പുള്ളി പോയത്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, അത് കറക്റ്റായിരുന്നു പുള്ളി. അദ്ദേഹം നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണ് ചേട്ടൻ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. എന്താണ് ചേട്ടൻ
കലക്കിയിട്ടുണ്ട് ഇതിനകത്ത്. ചൈതന്യനെ പറ്റി എന്തായാലും പറഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഷീസ് എ വെരി സ്ട്രോങ് വുമൺ അല്ലേ. എനിക്ക് തോന്നുന്നു എന്തോ സർജറി ഒക്കെ കഴിഞ്ഞു ഈ റീസെന്റ്. അത് ശരിക്കും എന്തായിരുന്നു പ്രശ്നം? അതെനിക്ക് പ്രിയോറിക്കുലർ സൈനസ് സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ. എനിക്കൊരു 2 years മുന്നെയാണ് അത് ഫസ്റ്റ് ആയിട്ട് ഇൻഫെക്റ്റഡ് ആയി തുടങ്ങിയത്. അത് പിന്നെ അങ്ങ് വേഴ്സ് ആയിപ്പോയി. അപ്പോൾ ചെറിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് സർജറി ചെയ്തു. അപ്പോൾ ഇനി വരില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വളരെ നല്ല സമയമായതുകൊണ്ട് ഇത് പിന്നെയും ഇൻഫെക്റ്റഡ് ആയി. അപ്പോൾ ഒന്നുകൂടെ സർജറി സെറ്റായി. ഇപ്പൊ സെറ്റായി വരുന്നു. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പാണ് ഞാനൊരു വീഡിയോ കണ്ടത് ഇതുപോലെ. ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോ ഞാനോട് ഇത്ര പെട്ടെന്ന് റെഡി ആയി. അതെ. ഓക്കെ, ലൈക്ക് നിങ്ങളുടെ 3ആളുടെയും നെക്സ്റ്റ് പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയും. എൻ്റെ ഇപ്പോൾ ഒരെണ്ണം മിനിഞ്ഞാന്ന് എൻ്റെ പുതിയൊരു പടത്തിൻ്റെ പൂജ ആയിരുന്നു. ബാംഗ്ലൂർ ഹൈ എന്നാണ് പേര്. VK പ്രകാശ് ഡയറക്റ്റ് ചെയ്യുന്ന, ആശിഷ് റൈറ്റ് ചെയ്യുന്ന കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ ക്യാരക്ടർ ഇവിടെ അല്ലേ വര, അതിന്റെ ഈ വരയൊക്കെ അതിന്റെ ഭാഗമാണ്. ഞാനത് സ്റ്റൈലാണ്, ക്യാരക്ടറിന്റെ പരിപാടി പിടിച്ചേക്കാണ്. അതിങ്ങനെ ഒരു പ്രതീക്ഷയുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഒരു പടം നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ട്. ഉടുമ്പൻചോല വിഷൻ എന്നാണ് പടത്തിന്റെ പേര്. ലാംബുക്കാരി ഡയറക്ട് ചെയ്ത പടം. വെയിറ്റ് ചെയ്യണം അതിന്. ഓക്കെ. ഞാൻ ആലോചനയിലാണ്. ആക്ടേഴ്സിനെ പോലെ പെട്ടെന്ന് അടുത്തത് അല്ലല്ലോ. വരുന്നുണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ ചോദിച്ചൊക്കെ അത്യാവശ്യം പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് നോക്കട്ടെ, ഇത് കഴിയട്ടെ. കാരണം മനസ്സിൽ മൊത്തം ഇപ്പൊ റൊണാൾഡോ ചിത്രമാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ റിനോ ചേട്ടന് ശരിക്കും കോൾസും കാര്യങ്ങളും എല്ലാരും തിരിച്ചറിയേണ്ട ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പുറത്തോട്ട് വരുന്നല്ലേ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അത് നോട്ടീസ് ചെയ്യാതെ പോകരുതെന്നുണ്ട്. ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ആ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭയങ്കര പാഷൻ ഉണ്ട്. കാരണം ഈ സിനിമയ്ക്കുള്ളിൽ ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമയ്ക്കൊക്കെ പല പല പേസ്, പല ടോണുകൾ, ഇതെല്ലാം ഒരു സിനിമയിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം അത്രയും പാഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത് എന്തായാലും സംഭവിക്കട്ടെ. ഓക്കെ. ഈ ഒരു റൊണാൾഡോ ചിത്രം റൊണാൾഡോനെ പോലെ തന്നെ തകർക്കട്ടെ എന്ന് വിഷയമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.